എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർ അമ്പലം നടയിലേക്ക് പോവുകയാണ്. അപ്പോൾ 6:15 ജനശതാബ്ദി ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നേരം വെളുക്കുന്നതേ ഉള്ളൂ, സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. 2 ട്രെയിൻ കയറിയാണ് നമ്മൾ ഗുരുവായൂർ എത്തിയത്. ജനശതാബ്ദി തൃശ്ശൂർ വരെ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരുള്ള ട്രെയിൻ കയറിയാണ് നമ്മൾ ഗുരുവായൂർ എത്തിയത്. ഗുരുവായൂർ അമ്പലത്തിലെ വടക്കേ നടയുടെ അടുത്തായിട്ടാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഗോവിന്ദ് റീജൻസി എന്നാണ് പേര്. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരും ഈ സ്ഥാപനം. ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് ഊണ് കഴിക്കാനായിട്ട് ഗോവിന്ദ് റീജൻസിയുടെ അടുത്തായിട്ട് വരുന്ന മാധവൻ കഫേയിലാണ് നമ്മൾ ഊണ് കഴിക്കാൻ കയറിയത്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഇത് കണ്ടോ, ഗുരുവായൂർ അമ്പലത്തിലൊരു പെയിൻറ്റിങ്സ് ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല ഊണൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു, കുളിച്ച് വൈകുന്നേരത്തെ ദർശനത്തിന് വേണ്ടി അമ്പലത്തിലെ വടക്കേ നടയ വഴി അമ്പലത്തിലോട്ട് പോവുകയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടാനും ആത്മീയ ശുദ്ധി നേടാനും ഐശ്വര്യ സമൃദ്ധി നേടാനും എന്നിവയ്ക്കായാണ് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ ആളുകൾ എത്തുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ മോളാണെങ്കിൽ അവിടെ ചുറ്റും ഓടിക്കളിക്കുവാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്തെന്ന് വെച്ചാൽ ഭഗവാൻ ബ്രഹ്മാവ് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ഈ സ്ഥലത്ത് തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം. ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയിൽ തൻ്റെ അവതാരമായ ഭഗവാൻ കൃഷ്ണനെ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭഗവാൻ പരശുരാമൻ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന പവിത്രമായ ഗന്ധകശീലയിൽ നിർമ്മിച്ച ഒരു വിഗ്രഹം സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രം അതിൻ്റെ വാസ്തുവിദ്യ ശൈലിക്കും ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്. ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം 4 കോണ ആകൃതിയിലുള്ളതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹത്തിന് വിപരീതമായി ക്ഷേത്രത്തിൻ്റെ ഗോപുരം 7 നിലയ്ക്കുള്ളതാണ്. ഓരോ നിലയിലും മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അകത്ത് നിരവധി ഉപക്ഷേത്രങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്ത ദേവതകൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തെക്കേ നടയുടെ അടുത്തായിട്ട് വരുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ എന്ത് മനോഹരമാണെന്നറിയോ. നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെയും കൂടെ ഒന്ന് കാണണം കേട്ടോ. ഇവിടെ മണ്ണുകൊണ്ട് നിർമ്മിച്ച പ്രതിമകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മരപ്രഭു. ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപ്രതിമയായി ഇത് അറിയപ്പെടുന്നുണ്ട്. മരപ്രഭു എന്നാൽ മരങ്ങളുടെ രാജാവും മരരൂപത്തിലുള്ള ഭഗവാൻ എന്നാണ് അർത്ഥം. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ശില്പത്തെയും പൂന്താനം നമ്പൂതിരി സ്തോത്രത്തിലെയും ഭഗവാൻ രൂപത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ സർവ്വവ്യാപിയായി എല്ലാ രൂപങ്ങളിലും ഉണ്ടെന്നതിനെ കാണിക്കുന്നു. ഈ ശില്പത്തിന് സമീപം പ്രാർത്ഥിച്ചാൽ മനഃശാന്തിയും രോഗശാന്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. അരയാൽ വൃക്ഷത്തിന്റെ രൂപത്തിലാണിത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു. മരപ്രഭു എന്ന ദൈവിക സന്നിധിയിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. പൂന്താനം നമ്പൂതിരി പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലിയപ്പോൾ അമരപ്രഭു എന്ന് തിരുത്താനുണ്ടായ ഒരു പണ്ഡിതനെ ഭഗവാൻ നേരിട്ട് മരപ്രഭുവായും അമരപ്രഭുവായും താൻ തന്നെയാണെന്ന് അശരീരിയിലൂടെ അറിയിച്ച സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ പേര്. മരപ്രഭുവിന്റെ കളിമണ്ണ് പ്രതിഷ്ഠയ്ക്ക് സമീപത്തായി ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ മനോഹരമായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്.
ഹൗസിൻ്റെ മുന്നിൽ കാണുന്നത് പഴയ ഗരുഡനെ പുനഃസ്ഥാപിച്ചതാണ്. ഗസ്റ്റ് ഹൗസിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു മനോഹരമായൊരു കാഴ്ച കാണാം. ഒരു മനോഹരമായ കൃഷ്ണൻ്റെ വിഗ്രഹമാണ് കാണുന്നത്. ഈ വിഗ്രഹത്തിന് ജീവനുള്ളതുപോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണൻ്റെ വരവിനായി ശിവൻ തൻ്റെ വാസസ്ഥലം ഒഴിഞ്ഞുകൊടുത്തു എന്ന ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരിന് പിന്നിൽ. പരമശിവൻ്റെ മഹാമനസ്കതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രം. നമ്മൾ ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാക്കണമെങ്കിൽ മമ്മിയൂർ സന്ദർശിക്കണമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉമാമഹേശ്വര രൂപത്തിലുള്ള പരമശിവനാണ്. ശാന്തമായ അന്തരീക്ഷവും ക്ഷേത്രത്തിൻ്റെ ഐതിഹാസിക പ്രാധാന്യവുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഗുരുവായൂർ തൊഴുത ശേഷം ഞങ്ങൾ പോയത് ഗുരുവായൂരത്തെ ഫേമസ് റെസ്റ്റോറൻ്റായ പഴയടം രുചിയിലേക്കാണ്. അവിടുത്തെ ഫുഡ് കിടിലൻ ഫുഡാണ് കേട്ടോ. ഇവിടെ ഒരാൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അവൾ മാത്രമല്ല, ഞാനും വെയിറ്റിങ്ങിലാണ്. നല്ല വിശപ്പുണ്ട്. എന്തായാലും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കണം. ഞങ്ങൾ നെയ് റോസ്റ്റും ചീസ് ദോശയും പിന്നെ പൂരി മസാലയൊക്കെയാണ് ഓർഡർ ചെയ്തത്.